ബാലയ്യയ്ക്ക് ഒത്ത എതിരാളി അത് ബാലയ്യ തന്നെ. നമുക്കറിയാലോ. ലെജൻഡ് എന്ന സിനിമയിൽ നമ്മുടെ ബാലയ്യ ഫാമിലിയുമായിട്ട് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ബാലയെയും ഫാമിലിയെയും കൊല്ലാനായിട്ട് ഡാഡി ഗിരിജ കാറിൽ തോക്കുമായിട്ട് വരും. എന്നിട്ട് അവരുടെ ബസ്സിന്റെ ടയർ നോക്കി വെടിവെക്കുമ്പോൾ ബസ് മാറി. എന്നിട്ട് ഡാഡി ഗിരിജ നമ്മുടെ അണ്ണനെ നെഞ്ചിൽ നോക്കി വെടിവെക്കും. അപ്പൊ ഗുണ്ടകളിൽ ഒരുത്തൻ കത്തിയായിട്ട് അണ്ണനെ കുത്താൻ വരുമ്പോൾ അണ്ണൻ അവനെ മലത്തി അടിക്കും. പിന്നല്ല. എന്നിട്ട് ഡാഡി ഗിരിജ വീണ്ടും തോക്കും എടുത്ത് ഒരു 3-4 വെടിയും അണ്ണനിട്ട് വെക്കുമ്പോൾ അണ്ണന് പിന്നെ ഒരു അനക്കമില്ല. അതേ ഗൈസ്, അണ്ണന്റെ ബോധം പോയി. എന്നിട്ട് ഗുണ്ടകൾ നമ്മുടെ അണ്ണന്റെ ഫാമിലിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ബാലയുടെ മുത്തശ്ശി ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്താ സംഭവിക്കുന്നറിയാതെ എല്ലാരും അന്തം വിട്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് ഒരാളുടെ രൂപം കാണും. നോക്കുമ്പോണ്ടോ അതും ബാലയ്യ. എന്നിട്ട് ബാലയെ സിംഹമൊക്കെ ഇട്ട് നേരം. എന്നിട്ട് അവിടെയുള്ള മൊത്തം ഗുണ്ടകളെ അണ്ണൻ അടിച്ച് കാറ്റിൽ പറപ്പിക്കും. എന്നിട്ട് ഒരുത്തിനെ കുത്തി ശൂരത്ത് നിർത്തും. എന്നിട്ട് നമ്മുടെ അണ്ണൻ 9 പേരായിട്ട് മാറും. 4 4 8 1 9. എന്നിട്ട് ആ ശൂല എടുത്ത് ഒറ്റയേറി എറിയുമ്പോൾ ആ ശൂല 6 പേരെ കൊണ്ട് പോകും. എന്നിട്ട് ഫൈറ്റ് മാസ് ഡയലോഗ് എല്ലാം കഴിഞ്ഞിട്ട് അണ്ണൻ കാലുകൊണ്ട് നിലത്ത് ഒരു ചവിട്ടുന്നത് കിട്ടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ബാലയ്ക്ക് എന്താ പറ്റിയെന്നല്ലേ? ആരും പേടിക്കേണ്ട, അണ്ണൻ സേഫാണ്.